അങ്ങനെ എൻ്റെ യാത്രകളിലെ പുതിയൊരു അധ്യായം ഇവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ വെച്ചിട്ടല്ല, ഞാൻ വീട്ടിലിരുന്ന് ഒരുപാട് ദൂരം ഇപ്പോൾ ട്രാവൽ ചെയ്ത് മുമ്പിലോട്ട് വന്നിട്ടുണ്ട്. കറക്റ്റായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇന്ന് യാത്രയിൽ അനിയനാണ് എൻ്റെ കൂടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് യാത്ര തിരിച്ചിട്ടുള്ളത്. എൻ്റെ കുറേ ദിവസമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നല്ല മഴ പെയ്യുന്ന സമയത്ത് കേരളത്തിലൂടെ ഒരു ലോങ് ഡ്രൈവ് പോകണം എന്നുള്ളത്. ഇന്നിപ്പോൾ കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലയിലും നല്ല മഴ പെയ്യുന്ന സമയമാണ്. ഏകദേശം 300-ലേറെ കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് കൊടൈക്കനാലിൻ്റെ അടുത്തുള്ള പൂക്കൽ, പൂണ്ടി ഇതുപോലുള്ള സ്പോട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇന്നീ ഒരു യാത്ര ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്മംഗ്ലൂരു, കൂർഗ് അതുപോലെയൊക്കെ പോകാമെന്നുള്ളതായിരുന്നു. പക്ഷെ 2 ദിവസമായിട്ട് നല്ല മഴ അതിനെ കൊണ്ട് തന്നെ മണ്ണിടിച്ചിലിനൊക്കെ ചാൻസ് ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു ട്രിപ്പ് ഇങ്ങനെ ഒരു സ്പോട്ടിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് യാത്ര ആരംഭിച്ചിട്ടുള്ളത്. പാലക്കാടിനോട് അടുത്ത് കഴിഞ്ഞ സമയത്ത് മഴയൊക്കെ ചോർന്നിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നല്ല മഴക്കാറ് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് പഴനി ആ ഒരു റൂട്ട് എടുത്തിട്ടാണ് കൊടൈക്കനാലിൽ പോകാനുള്ളത്. പഴനി റൂട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വെറൈറ്റി ആയിട്ടുള്ള ഒരു റൂട്ടാണ്. അപ്പോൾ ആ റൂട്ടിലൊക്കെ പോകുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് മുമ്പിലോട്ട് പോകുന്ന സമയത്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പാലക്കാട് പൊള്ളാച്ചി ഒരു റൂട്ടിൽ കയറി കഴിഞ്ഞ് കുറച്ച് മുമ്പിലോട്ട് വന്നപ്പോൾ തന്നെ വീണ്ടും മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല മഴ തന്നെയാണ്. ഇനി കുറച്ചുകൂടെ മുമ്പിലോട്ട് പോയിട്ട് പൊള്ളാച്ചി എത്തുന്ന സമയത്ത് ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടുന്ന് പിന്നെ പഴനി റൂട്ട് എടുത്തിട്ട് അങ്ങനെ പോകാനാണ് പ്ലാന്. പൊള്ളാച്ചി പഴനി ഒരു ഹൈവേ പിടിക്കാൻ വേണ്ടിയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് യാത്ര ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ പൊള്ളാച്ചി ഹൈവേൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ തമിഴ്നാട്, കേരളം വിട്ട് തമിഴ്നാട്ടിലെത്തി കഴിഞ്ഞാൽ ഒരുപാട് തെങ്ങും തോപ്പുകളൊക്കെ ഉള്ള സ്പോട്ടുകളിൽ ഒന്നാണ് ഈ പൊള്ളാച്ചി. അപ്പോൾ നമ്മൾ പോകുമ്പോഴെല്ലാം ഒരു കേരളത്തിൻ്റെ ഒരു ടച്ചൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു റോഡാവും അവിടെ പൊള്ളാച്ചി ആ ഒരു റൂട്ട് വരുന്നത്. സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് തെങ്ങും തോപ്പൊക്കെ കാണാൻ പറ്റും. പഴനി പൊള്ളാച്ചി റൂട്ടിലാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ലെഫ്റ്റും റൈറ്റൊക്കെ ആയിട്ട് ഒരുപാട് തെങ്ങും തോപ്പുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. ശരിക്കും ഒരു കേരളത്തിൽ ഡ്രൈവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ടിട്ട്. പിന്നെ റൈറ്റ് സൈഡിലൊക്കെ നമ്മൾ ഇത് കാളവണ്ടികളൊക്കെ പോകുന്ന കാണുന്നുണ്ടല്ലോ. അതിൻ്റെ കാരണം ഇവിടെ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കാളച്ചന്തകളുള്ള ഇവിടെ പൊള്ളാച്ചി പട്ടണത്തിലാണ്. ഒക്കെ ഈ പൊള്ളാച്ചിൻ്റെ ഒരു പ്രത്യേകതകളാണ്. തമിഴ് മൂവീസിലൊക്കെ ഒരുപാട് തവണ ലൊക്കേഷനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ പൊള്ളാച്ചി ഈ ഒരു മേഖലകളൊക്കെ. പിന്നെ പശ്ചിമഘട്ടത്തിനോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ക്ലൈമറ്റ് തന്നെയാണ് കൂടുതൽ സമയത്തും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാറുള്ളത്. പിന്നെ നമുക്ക് വാൽപ്പാറ ഒക്കെ പോകണമെന്നുണ്ടെങ്കിലും ഈ കേരളത്തിൽ നിന്ന് ഈ ഒരു റൂട്ട് എടുത്തിട്ട് വന്നിട്ട് പോകാൻ പറ്റുന്നതാണ്. പിന്നെ ഈ റൂട്ടിൽ നമ്മളൊരു പകുതി ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് വിൻമില്ല് പാടങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ലെഫ്റ്റിലൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവും, ദൂരത്തൊക്കെ ആയിട്ട് ഒരുപാട് കാറ്റാടി യന്ത്രങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു റൂട്ടിൽ നമ്മൾ വരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല പോലെ തന്നെ കാറ്റും അടിക്കുന്നുണ്ട് ഈ റൂട്ടിൽ പോകുന്നതുകൊണ്ട്. പിന്നെ ഇനി നമ്മളെന്തായാലും പഴനി ടൗണിലേക്ക് പോകില്ല, അതിൻ്റെ മുമ്പ് തന്നെ റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടെ പോയിട്ട് നമുക്ക് റൈറ്റിലേക്ക് എടുത്തിട്ടാണ് കൊടൈക്കനാൽ ആ ഒരു റൂട്ട് പിടിക്കാനുള്ളത്. പഴനി ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും പഴനിയിലെ തന്നെ ഒരു വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു റൂട്ട് എടുത്തിട്ട് വേണം നമുക്ക് കൊടൈക്കനാൽ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ മുമ്പ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ട്, തമിഴ്നാട് വില്ലേജിൻ്റെ അകത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കേരളത്തിലെ വില്ലേജിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് തമിഴ്നാട് വില്ലേജ്. അവിടുത്തെ വീടുകൾ, അവിടുത്തെ അമ്പലങ്ങൾ, പിന്നെ ചെറിയ കടകൾ, ഇതൊക്കെ ഒരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാധാരണ അതുപോലെ തമിഴ്നാട് വരുമ്പോൾ ഒരു വില്ലേജ് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാറുള്ളത്. ഇതുവരെ ഇന്ന് വന്ന യാത്രയിൽ റോഡ് എക്സ്പീരിയൻസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിയതൊക്കെ തന്നെ നല്ല അടിപൊളി റോഡുകളാണ്. നമുക്ക് അങ്ങനെ റിസ്ക് എടുത്ത് ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, വന്ന റൂട്ടിലൊക്കെ ഉള്ള റോഡുകൾ കണ്ടിട്ടുണ്ടാവും. എല്ലാം നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന റോഡുകളായിരുന്നു.
ഈ ഒരു റൂട്ട് നിങ്ങൾ ഒരുപാട് ട്രാവൽ വീഡിയോസൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴനിയിൽ എത്തുന്നതിന് മുമ്പ് തിരിഞ്ഞ് വന്നല്ലോ, അവിടുന്ന് വന്നിട്ട് കൊടൈക്കനാൽ ചുരം കയറുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് വരുന്നൊരു റൂട്ടാണിത്. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. രണ്ട് സൈഡിലായിട്ട് മരങ്ങളും ഇതൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, എന്തായാലും സന്തോഷമുണ്ട്. എന്തായാലും നല്ലൊരു റൂട്ടാണ്. ഇനിയിപ്പോൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊടൈക്കനാൽ അതിൻ്റെ ഒരു ഹിൽ സ്റ്റേഷൻ കയറാൻ തുടങ്ങും എയർപിന്നൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ചുരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു കട്ടനൊക്കെ അടിക്കാമെന്ന് പറഞ്ഞിട്ട് വണ്ടി സൈഡാക്കിയതാണ്. പിന്നെ വീഡിയോ എടുക്കാൻ കാരണം ഈ കാണുന്ന പമ്പാണ് ഇവിടുത്തെ ലാസ്റ്റ് പമ്പ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചുരം കയറി കഴിഞ്ഞാൽ പമ്പ് അവൈലബിൾ ഉണ്ടാവില്ല. പിന്നെ ചായയൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചായക്കടയുണ്ട്, ഇളനീര് ഇതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങളും ഇവിടെ നിർത്തിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഇനി അടുത്ത യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഇവിടെ തന്നെ താഴെയായിട്ട് ബാത്റൂം, ടോയ്ലറ്റ് ഇതൊക്കെ അവൈലബിൾ ആണ്. ഫൈനലി ഞങ്ങൾ ചുരം കയറാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ മലൻ്റെ താഴെയൊക്കെ ആയിട്ട് ഒരു വലിയ പുഴയൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ പേര് പാലാർ എന്നാണ്. അവിടെ ഒരു ഡാമൊക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ ടൈമില്ല. നമ്മളെന്തായാലും പൂക്കലൊക്കെയാണുള്ള ലക്ഷ്യം. അപ്പോൾ ഈ പാലാറും ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ചുരം കയറാനാണ് പ്ലാന്. ഇവിടേക്ക് ഭയങ്കര നാരോ ആയിട്ടുള്ളൊരു റോഡാണ്. അതുകൊണ്ട് അപകടങ്ങളൊക്കെ ചാൻസ് കൂടുതലുള്ള ഒരു റൂട്ടാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഗട്ടറുകളൊന്നും അത്ര ഇല്ലാത്തത് കൊണ്ടിട്ട് ഒരു സേഫ്റ്റി ഉണ്ട്. പിന്നെ ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഇങ്ങോട്ട് ടൂറിസ്റ്റുകളായിട്ട് ഡ്രൈവ് ചെയ്ത് വരുന്നതും ഇതൊക്കെ ആയിട്ട് ബൈക്ക് കാറൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തോട്ടൊന്നും തീരെ മഴ പെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ ചുരം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചുരം കയറുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത വേറൊരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ വയനാട്, ഊട്ടി, അതുപോലെ തന്നെ മൂന്നാറൊക്കെ പോകുന്ന സമയത്ത് വൻമരങ്ങളാവും രണ്ട് സൈഡിലായിട്ട്. ഒരുപാട് തേക്ക് മരങ്ങളൊക്കെ ആയിട്ടാണ് കാണാറുള്ളത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഫുള്ളായിട്ട് ചുറ്റും മലകളും ചെറിയ കുറ്റിച്ചെടികളും ആയിട്ടാണ് കാണുന്നത്. അതെന്തായാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടുന്ന് കിട്ടിയത്. ഇവിടുന്ന് മേലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് മുഴുവനായിട്ട് കാർമേഘങ്ങൾ മൂടി നിൽക്കുന്ന ഒരു മലകളൊക്കെയാണ്. അപ്പോൾ മേലെ പോയി കഴിഞ്ഞാൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആവും കിട്ടാൻ പോകുന്നതെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഇപ്പോൾ മേലേക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നല്ല എടുത്ത് പറയേണ്ട ഒരു സംഭവം. നല്ല അടിപൊളി റൂട്ടാണ്. വന്നു കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ ഡ്രൈവ് ചെയ്ത് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റുന്ന ഒരു ഇതാണ്. പക്ഷേ സേഫ്റ്റി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചെറിയ നാരോ റോഡാണ്, പക്ഷേ പറഞ്ഞു വന്ന് നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു ചുരം കയറുന്ന സമയത്ത് എന്തായാലും കിട്ടുന്നതാണ്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വണ്ടി സൈഡാക്കിയതാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ താഴേന്ന് വരുമ്പോൾ കണ്ടല്ലോ ആ ഒരു പാലാറ്, ആ മലകൾ, അതൊക്കെ ഇവിടുന്ന് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും. പിന്നെ ആ ഒരു ഡാമും ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ താഴേന്ന് കയറി വന്ന ഒരു റോഡാണ് ആ താഴെ കാണുന്നത്. ഈ ഒരു ചുരത്തിൻ്റെ താഴെ നമുക്ക് കൊടൈക്കനാൽ എത്താനായിട്ട് ഏകദേശം 45 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൂക്കാലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് വീണ്ടും 40 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡ്രൈവ് ചെയ്യണം. ഏകദേശം 80 കിലോമീറ്ററിൻ്റെ മേലെ ഡ്രൈവ് ചെയ്തിട്ട് വേണം കൂക്കാലെത്താനായിട്ട്. പിന്നെ ഒരു കുത്തനെയുള്ള ഒരു റോഡ് ചുരം ഇതൊന്നല്ല, നല്ല സ്ലോപ്പായിട്ട് അങ്ങനെ കയറി പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഈ ഒരു ചുരത്തിലുള്ളത്. ബൈക്കും കൊണ്ടല്ല ഒരുപാട് റൈഡേഴ്സ് പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്ത് നല്ല ഒരു മഴ സ്റ്റാർട്ട് ആകാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ കാണാമല്ല, ചുറ്റും ആ ഭാഗത്തോട്ടൊക്കെ ഫുൾ മലനിരകളാണ്. അവിടെയൊക്കെ നല്ല കാർമേഘങ്ങൾ മൂടി നിൽക്കുന്ന ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കണ്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് മേലേക്ക് പോയി കഴിഞ്ഞാൽ മഴ വരാൻ ചാൻസ് ഉണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ കോടമഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. ഫ്രണ്ടിൽ കാണുന്ന ഒരു മലയൊക്കെ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് ട്ടോ. മുഴുവനായിട്ട് അതിൻ്റെ ഒരു മേൽഭാഗം കോടമഞ്ഞിൽ മൂടിക്കിടക്കുകയാണ്.
ഇന്ന് നൈറ്റ് തന്നെ കൂക്കാല് പോയിട്ട് അവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങാനാണ് പ്ലാന്. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം സമയം 5 മണി ആ ഒരു സമയമായിട്ടുണ്ട്. മഴ പെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ മുമ്പിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കൊടൈക്കനാൽ എത്തിയിട്ട് അവിടുന്ന് വീണ്ടും 45 കിലോമീറ്റർ പോകാനുണ്ട് കൂക്കലേക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. ഞങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഈ റോഡിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ഒരു മലയിലുള്ള വ്യൂ ആണ് കാണുന്നത്. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴേക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ മലയെല്ലാം മുഴുവനായിട്ട് അതിൻ്റെ മേൽഭാഗം കോടമഞ്ഞിൽ ഇങ്ങനെ മൂടിക്കിടക്കുന്ന ഒരു വ്യൂ ആണത്. എന്തായാലും നല്ല രസമുള്ള ഒരു കാഴ്ചകളാണ് ഇപ്പോൾ പോകുന്ന വഴിക്ക് കാണാൻ പറ്റിയത്. കുറച്ചുകൂടെ മുകളിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ മഴ ലേറ്റായിട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇനി എത്ര ദൂരം ഈ ഒരു ഫാസ്റ്റിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുള്ള അറിയില്ല. മഴ ഹെവി ആയി കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. എന്തായാലും കൂക്കാലും കൊടൈക്കനാലൊക്കെ എപ്പോൾ എത്തിക്കഴിഞ്ഞാലും പ്രശ്നമില്ല. കാരണം നല്ല ഒരു ചെറിയ മഴയൊക്കെ കിട്ടിയതിനെ കൊണ്ട് നല്ല വൈബായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ശരിക്കും. നല്ല പച്ചപ്പും കോടമഞ്ഞും ഇതൊക്കെ കണ്ടിട്ട് ഈ മലേൻ്റെ മേലെ കൂടുള്ള ഡ്രൈവ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇവിടെയൊക്കെ വന്നങ്ങാണ്ട് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ. കുറെ കൂടെയൊക്കെ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ റോഡൊക്കെ കുറച്ചുകൂടെ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ റോട്ടിലൊക്കെ ഒരു കോടമഞ്ഞൊക്കെ കയറി നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ സീനില്ല. ഇനിയും മഴ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകളും കാണാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന റിസ്ക് ആവും. എന്തായാലും ഭാഗ്യം കൊണ്ട് നല്ല കറക്റ്റ് അളവിലുള്ള മഴയാണ് പെയ്യുന്നത്. പിന്നെ ഈ ഒരു കറക്റ്റ് ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാനുള്ള കാരണം തന്നെ രാവിലെ നല്ല മഴ പെയ്യുന്നത് കണ്ടിട്ട് ഇറങ്ങി വന്നതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഇവിടെ എത്തിപ്പെടാനും. അതൊക്കെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നമുക്ക് ഇത് ഒരു യാത്രയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂല. ഇത്രയും ദൂരം ഈ ഒരു ചുരം കയറി വന്നിട്ട് ഇപ്പോഴാണ് ശരിക്കും ഇതുപോലത്തെ വലിയ മരങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ ആ സൈഡിലുള്ള മലകളൊക്കെ ഇപ്പോൾ മറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം നല്ല ഒരു ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി കൊടൈക്കനാലിലേക്ക് അധികം ദൂരമൊന്നും ഇല്ല. ഇനി ഏകദേശം ഒരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ കൊടൈക്കനാൽ എത്തും. രാവിലെ ആ ഒരു പെരും മഴയത്ത് അവിടുന്ന് നാട്ടിൽ നിന്ന് ആ ഒരു ബൈക്ക് എടുത്തിട്ട് ഡ്രൈവ് ചെയ്ത് ഏകദേശം 300 കിലോമീറ്റർ യാത്ര ചെയ്തു വന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത്രയും എഫോർട്ട് ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല പെരും മഴ ഉണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് കിട്ടിയത് ശരിക്കും ഇവിടെ വന്നപ്പോഴാണ്. കാരണം ഇത്രയും നല്ല ഒരു മഴ നനഞ്ഞ് നിൽക്കുന്ന ഒരു കാട്, ആ ഒരു ചെടികൾ, ഇതിൻ്റെ നടുക്കൂടെ ഈ ഒരു ചെറിയ റോഡിൻ്റെ അകത്തൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ തണുപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹിൽ സ്റ്റേഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് തണുപ്പ്. ഇവിടുത്തെ തണുപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല തണുപ്പ് തന്നെയാണ് ഇവിടുന്ന് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ബസ്സൊക്കെ നല്ല ഹെവി വരവാണ് വരുന്നത്. അപ്പോൾ ഇത് മഴ അതിനെ കൊണ്ട് തന്നെ ടയറൊക്കെ സ്ലിപ്പായിട്ടാണ് വന്നത്. മഴ നല്ല ഹെവി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കൊടൈക്കനാൽ തന്നെ ഒരു റൂം എടുത്തിട്ട് നിന്നിട്ട് കൂക്കാല് അങ്ങനെ പോകാനാണ് പ്ലാന്. ഈ വീഡിയോ എടുക്കുന്ന റിസ്ക് ആണ്. ഇപ്പോൾ ടൗണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും റൂം നോക്കിയിട്ട് നാളെ രാവിലെ കൂക്കാല് പോകുന്ന പോലെ ആവും നോക്കുന്നത്. ചെറിയൊരു പൈസക്ക് തന്നെ കൊടൈക്കനാൽ ടൗണിൽ തന്നെ റൂം കിട്ടി. 700 രൂപയാണ് റൂമിനായത്. പിന്നെ മൺഡേ അതിനെ കൊണ്ടാണ് കുറച്ച് കുറവ്. ഇന്നലെ സൺഡേ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടുതലുണ്ടാവും.
അപ്പോൾ എന്തായാലും ഇനി അടുത്തത് കൂക്കാൽ നാളെ രാവിലെ 6 മണിക്ക്, ഇന്ന് ഉറങ്ങിയിട്ട് 6 മണിക്ക് എണീറ്റ് പോകാനാണ് പ്ലാൻ. കൂക്കാൽ കൊടൈക്കനാൽ ടൗണിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലൊന്നും കിട്ടില്ല, ഇതുപോലെ 5 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലേ കിട്ടത്തുള്ളൂ. അത് കൊടൈക്കനാൽ വരുന്നവരെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ബാത്റൂം ഒക്കെ ഇതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.